എത്തിയിട്ട് നമ്മുടെ 4th ഡേ ആണെന്ന്. ഇന്ന് നമ്മൾ സിയോളിൽ നിന്നും ബസ് കയറിയിട്ട് ഒരു 20 മിനിറ്റ് യാത്ര ചെയ്തിട്ട് പോകുന്നത് ഗംബോക്കും പാലസിലോട്ടാണ് കേട്ടോ. ബസ് ഇറങ്ങിയ വഴിക്ക് തന്നെ ഒരു വലിയ സ്റ്റാച്ചു കണ്ടു കേട്ടോ. കൊറിയയിലെ മോസ്റ്റ് റെസ്പെക്റ്റഡ് ആൻഡ് പവർഫുൾ കിങ് ആയിട്ടുണ്ടായിരുന്ന കിങ് സെജോൻ്റെ സ്റ്റാച്ചു ആണ് ഇത്. ഇദ്ദേഹമാണ് കൊറിയൻ ആൽഫബറ്റ് ആയിട്ടുള്ള ഹെങ്കിൾ ക്രിയേറ്റ് ചെയ്തത്. ബോത്ത് സൗത്ത് കൊറിയയിലും നോർത്ത് കൊറിയയിലും ഒക്കെ ഹെങ്കിളാണ് കേട്ടോ അവർ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാലസിൻ്റെ മെയിൻ ഗേറ്റ് ആണ് കേട്ടോ ഈ കാണുന്നത്. അതിലുള്ള ഈ 3 ഡോറുകൾ ശ്രദ്ധിച്ചോ? ഈ 3 എൻട്രൻസിൽ സെൻട്രൽ എൻട്രൻസ് കൂടെ ക്യൂങ്ങിനും ക്യൂനും മാത്രമേ എൻ്റർ ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ. മറ്റേ ലെഫ്റ്റും റൈറ്റിലുള്ള ഡോറ് കൂടിയാണ് ബാക്കിയുള്ള ആൾക്കാരൊക്കെ എൻ്റർ ചെയ്തിരുന്നത്. സപ്പോസ് ഇനി സെൻറ്റർ ഡോറ് കൂടെ ആരെങ്കിലും പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ട്രീസൺ ആയിട്ടൊക്കെയായിരുന്നു അവർ പണ്ട് കണ്ടിരുന്നത്. അവിടെ നിൽക്കുന്ന ഗാർഡ്സിൻ്റെ കൂടെയൊക്കെ നിന്നിട്ട് നമുക്ക് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാം കേട്ടോ. എന്തായാലും നമ്മൾ പാലസിലോട്ട് എൻ്റർ ചെയ്യുന്നതിന് മുന്നേ നമുക്കൊരു പരിപാടി ഉണ്ട്. ഇവിടെ നിൽക്കുന്ന ആൾക്കാർ ഡ്രസ്സ് ശ്രദ്ധിച്ചോ? ഇതാണ് കൊറിയൻ ട്രഡീഷണൽ വിയർ ആയിട്ടുള്ള ഹാൻഡ് ബോക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് അത് ട്രൈ ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് നിങ്ങൾ ഡ്രാമാസ് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് ഈ ഡ്രസ്സ് കണ്ടപ്പോഴേ മനസ്സിലായി കാണും. ഹിസ്റ്റോറിക്കൽ ഡ്രാമാസിലും മൂവീസിലൊക്കെ ആൾക്കാർ ധരിക്കുന്ന ഡ്രസ്സാണ് കേട്ടോ ഇത്. അവിടെ കൊറിയയിൽ ഇപ്പോഴും ഈ ഡ്രസ്സ് അവർ ഫോർമൽ ഫംഗ്ഷൻസിനും ഇവൻറ്റ്സിലും മാരേജസിലും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ആദ്യം ഞങ്ങൾ ആരോണിനെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. 1-2 ഡ്രസ്സ് ഇട്ട് ആരോണ് ഞങ്ങൾ ഇതാണ് സെലക്ട് ചെയ്തത്. നെക്സ്റ്റ് ഞാൻ എൻ്റെ ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ പോയി. കുറേ കളേഴ്സിലും പാറ്റേൺസിലും ഒക്കെ ഹാൻഡ് ബുക്സ് അവൈലബിൾ ആണ് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടത് നോക്കി ഞാൻ സെലക്ട് ചെയ്തു. അവർ തന്നെയാണ് നമ്മളതിനെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് റെഡിയാക്കുന്നത്. ഹെയർ സ്റ്റൈലും അവർ തന്നെയാണ് നമുക്ക് ചെയ്ത് തരുന്നത്. 3 തരത്തിലുള്ള ഹെയർ സ്റ്റൈൽ ഞങ്ങൾക്ക് കാണിച്ചു തന്നു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടത് നോക്കി ഞാൻ സെലക്ട് ചെയ്തു. നമ്മൾ ഡ്രസ്സിന് അവർ 30,000 വോൺ ആട്ടോ വാങ്ങുന്നത്. ഹെയർ സ്റ്റൈൽ ചെയ്യുന്ന സമയത്ത് സെപ്പറേറ്റ് ആക്സസറീസ് എടുക്കുമ്പോൾ അത് സെപ്പറേറ്റ് 5,000 വോൺ വെച്ചിട്ട് നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം. ബാഗ് എടുത്താലും ചെരുപ്പ് എടുത്താലും ഒക്കെ എക്സ്ട്രാ 5,000 വോൺ കൊടുത്താൽ മതി. ഈ ഡ്രസ്സ് 4 ഹവറിനാണ് കേട്ടോ അവർ റെൻറ്റിന് തരുന്നത്. അപ്പോൾ 4 ഹവറിന് പെർ പേഴ്സൺ വീതമാണ് 30,000 വോൺ ആയത്. ഞങ്ങൾ റെഡി ആയിട്ട് ഇറങ്ങിയപ്പോഴത്തേനും ഇതിനും റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പാലസിലോട്ട് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഈ ഡ്രസ്സ് ഇട്ടതുകൊണ്ട് ഞങ്ങൾക്ക് എക്സ്ട്രാ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. എനിവേസ് ടിക്കറ്റിന് ഇവർ 3,000 വോൺ ആണ് വാങ്ങുന്നത് കേട്ടോ. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങളെത്തിയപ്പോഴത്തേനും ഞങ്ങളൊരു വലിയ സംഭവം മിസ്സാക്കിയിട്ടോ. ഗാർഡ്സ് ചേഞ്ചിങ് സെറമണി 10 മണിക്ക് പാലസിൽ വെച്ചിട്ട് നടക്കുന്നുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് മിസ്സായി. അപ്പോൾ നിങ്ങൾ പാലസിൽ വരികയാണെങ്കിൽ എന്തായാലും അത് കാണണം കേട്ടോ. 10 മണിക്കാണ്. എനിവേസ് ഞാൻ ഹാപ്പി ആയിരുന്നു കേട്ടോ. കാരണം പാലസിൽ വരാൻ പറ്റി, ഈ ഒരു ഹാൻഡ് ബാഗ് ഡ്രസ്സ് ട്രൈ ചെയ്യാൻ പറ്റി. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാനൊരു ന്യൂ എറയിൽ എത്തിയ പോലെ, പുതിയൊരു ഹിസ്റ്റോറിക്കൽ ഡ്രാമയിലൊക്കെ എത്തിയ പോലെ ആയിരുന്നു കേട്ടോ എൻ്റെ നടത്തം ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ പാലസിലോട്ട് നീങ്ങുമ്പോൾ നമ്മൾ 3 ഗേറ്റ് പാസ് ചെയ്തിട്ടാണ് നമ്മളൊരു മെയിൻ ഹാളിലോട്ട് എത്തുന്നത്. ത്രോൺ ഹാൾ എന്നാണ് പറയുക. നമ്മുടെ രാജാവ് ഇരിക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഇതാണ് ഹാള്. ജങ് 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 അങ്ങനെ എന്താണ് കേട്ടോ പ്രൊണൗൺസിയേഷൻ, ഞാൻ പറയുന്നില്ല. ഇത് നമ്മുടെ കിങ്ങിൻ്റെ ഹാളാണ്. ഗംബോക്കും എന്നല്ലേ നമ്മുടെ പാലസിൻ്റെ പേര്. അതിൻ്റെ മീനിങ് ഗ്രേറ്റ്ലി ബ്ലെസ്ഡ് ബൈ ഹെവൻ എന്നാണ് കേട്ടോ. തെജോ എന്ന പേരുള്ള കിങ്ങാണ് ഈ പാലസ് ബിൽഡ് ചെയ്തത്. അദ്ദേഹം തന്നെയാണ് ജസൺ ഡൈനാസ്റ്റിയുടെ ഫൗണ്ടറും. 200ഓളം വർഷക്കാലം നമ്മുടെ ഈ പാലസ് തന്നെയായിരുന്നു ജസൺ ഡൈനാസ്റ്റിയുടെ മെയിൻ പാലസ് ആയിട്ട് കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും നമ്മുടെ ഈ പാലസിലാകെ 25% മാത്രമാണ് ഒറിജിനലായിട്ട് അന്ന് ഉണ്ടാക്കിയതിൻ്റെ ബാലൻസ് ഉള്ളൂ കേട്ടോ. ബാക്കി അത്രയും ഓരോ വാറൊക്കെ വന്നപ്പോൾ നശിച്ചതാണ്. ഇംജിൻ വാറിലൊക്കെ ഈ പാലസ് അത്രയും അവർ തീയിട്ട് കത്തിച്ചു എന്നാണ് പറയുന്നത്. ജപ്പാനും കൊറിയയും തമ്മിലുള്ള വാറാണ് കേട്ടോ ഈ ഇംജിൻ വാർ. ആ സമയത്ത് അവിടുത്തെ രാജ്ഞീനെയൊക്കെ അവർ തീയിട്ട് കത്തിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ക്രൂവലായിട്ടാണ് ജപ്പാൻ കൊറിയേൻ്റെ അടുത്ത് കാണിച്ചത് എന്നൊക്കെ അവിടെ അവരങ്ങനെ ചരിത്രം എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് പാലസൊക്കെ കണ്ട് നടന്നപ്പോൾ തന്നെ നമ്മുടെ ആരോണ് ബോറടിച്ച് തുടങ്ങിയിട്ട് അവൻ ആകെ കച്ചറാക്കി തുടങ്ങി. അപ്പോൾ അവനെ ഒന്ന് കൂളാക്കണമെങ്കിൽ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണം. ഞങ്ങൾ അവന് ചോക്ലേറ്റ് മിൽക്ക് വാങ്ങിക്കൊടുത്തു കേട്ടോ. ആക്ച്വലി ഈ പാലസ് 100 ഏക്കറയിലാണ് കേട്ടോ കിടക്കുന്നത്. അപ്പോൾ കുട്ടി ടയേർഡ് ആവുന്നതിൽ യാതൊരു സംശയവും ഇല്ല. കുറേ നടന്നു ഞങ്ങൾ. പിന്നെ അവൻ ആ ചോക്ലേറ്റ് മിൽക്കൊക്കെ കുടിച്ചപ്പോൾ കുറച്ച് ഓക്കെ ആയി. എഗെയിൻ ഞങ്ങൾ കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. The wind hums songs at the break of day, whisper
കാണുന്നതാണ് നാഷണൽ ഫോക്ക് മ്യൂസിയം. കൊറിയൻ ഹിസ്റ്ററിയും കൾച്ചറും ട്രഡീഷനൊക്കെ അറിയാൻ ആഗ്രഹമുള്ള ആൾക്കാർ എന്തായാലും വിസിറ്റ് ചെയ്യണം. ഞങ്ങൾക്ക് അവിടെ കയറാൻ പറ്റിയില്ല, എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ആരോൺ ആൾറെഡി ടൈം ഔട്ട് ആയിട്ടായിരുന്നു. അപ്പോൾ അവൻ അവിടെ കയറ്റിയിട്ട് ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചു. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് ജാൻഹോർ പവലിയൻ്റെ അടുത്താണ് കേട്ടോ. ഒരു പോണ്ടും സെൻറ്ററിൽ നല്ല ഭംഗിയുള്ള ഒരു ബിൽഡിംഗ് ഒക്കെ ഇട്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഒരു ബാങ്കറ്റ് ഹാളാണത്. നമ്മുടെ കിങ് ഒക്കെ റെസ്റ്റ് ചെയ്യാൻ ചെല്ലുന്ന ഒരു ഏരിയ ആണ് കേട്ടോ അത്. സ്പ്രിംഗ് ആയതുകൊണ്ട് തന്നെ പോണ്ടിൻ്റെ ചുറ്റോറ് ഫ്ലവേഴ്സൊക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് ഈ പാലസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പോട്ട് ഇതായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ തീർന്നു. 4ാമത്തെ ദിവസമായിരുന്നു ഇന്ന്. കൊറിയൻ വിശേഷങ്ങളുമായിട്ട് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ കാണാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഫസ്റ്റ് പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ കാണൂ കേട്ടോ.